ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു കോൺഫ്ലെക്സ് മിക്സറാണ്. ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 1.5 കപ്പ് കോൺഫ്ലെക്സ് എടുത്തിട്ടുണ്ട്. സാധാരണ കോൺഫ്ലെക്സ് എടുത്താൽ മതി. എൻ്റെ കയ്യിൽ സ്ട്രോബെറി ഫ്ലേവറിൻ്റെ കോൺഫ്ലെക്സ് ആണ് ഉള്ളത്, അതുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിട്ടുള്ളത്. സാധാരണ കോൺഫ്ലെക്സ് എടുത്താൽ മതി. 1 കപ്പ് വെള്ള അവിലെടുത്ത് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് പൊരിക്കടല, അതേപോലെ 1/4 കപ്പ് മുന്തിരിങ്ങ, 1/4 കപ്പ് തന്നെ അണ്ടിപ്പരിപ്പ്, 1/4 കപ്പ് കപ്പലണ്ടി കടല, 1.5 സ്പൂണോളം പഞ്ചസാര പൊടിച്ചത്, അതുപോലെ വറുക്കാൻ ആവശ്യത്തിന് നെയ്യ്, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 തണ്ട് കറിവേപ്പില, 1/4 ടീസ്പൂൺ കായം. ഇനി നമുക്ക് ഈ മുന്തിരിങ്ങയും ഈ കോൺഫ്ലെക്സും ഒഴികെയുള്ള ബാക്കിയുള്ള സാധനങ്ങളെല്ലാം തന്നെ ഒന്ന് നെയ്യിൽ വറുത്തെടുക്കാം. ഒരുപാട് നെയ്യ് വേണ്ട, ആവശ്യത്തിന് കുറച്ച് മാത്രം നെയ്യ് ഉപയോഗിച്ചാൽ മതി. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടാവുന്ന സമയത്ത് നമുക്ക് ആദ്യം തന്നെ ഈ കപ്പലണ്ടി കടല ഒന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഈ കപ്പലണ്ടി കടല ഒന്ന് വറുത്തെടുക്കാം. നമുക്കിനി ഈ നെയ്യിൽ തന്നെ ഈ പൊരിക്കടല ഒന്ന് വറുത്തെടുക്കാം. ഇതിലോട്ട് ഇനി 1/2 ടീസ്പൂൺ കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുവാണ്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ അവില് വറുത്തെടുക്കാം. നമുക്കിനി ഈ പാനിലോട്ട് 1/2 ടീസ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ഈ നെയ്യ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ വെളിച്ചെണ്ണയോ അതിന് പകരം സൺഫ്ലവറോ യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഇനി എടുത്തു വെച്ചിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം എടുത്തു വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എടുത്തു വെച്ചിട്ടുള്ള കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. തീ കുറച്ചാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിൽ എടുത്തു വെച്ചിട്ടുള്ള പൊടിച്ച പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പും ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് ഇപ്പോൾ തന്നെ. ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചിട്ടുള്ള എല്ലാം ഇട്ട് കൊടുക്കുകയാണ്. ഇനി എടുത്തു വെച്ചുള്ള കോൺഫ്ലെക്സും അതുപോലെ തന്നെ മുന്തിരിങ്ങയും കൂടെ ഞാൻ ഇതിൽ ചേർക്കുകയാണ്.
ഇനി നന്നായിട്ട് മിക്സ് ചെയ്യണം. ആ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ ഉപ്പും പഞ്ചസാരയും എല്ലായിടത്തും എത്തുന്നത് വരെയും ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും അവിലും ഒക്കെ വറുക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ അതും വറുത്തെടുക്കാവുന്നതാണ്. അതുപോലെ പിസ്ത ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ വറുത്തതിന് ശേഷം ഇതിൻ്റെ കൂടെ എടുക്കാവുന്നതാണ്. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. എൻ്റെ കയ്യിലിപ്പോൾ സ്ട്രോബെറിയുടെ ഫ്ലേവർ ഉള്ളത് കൊണ്ടാണ് ഞാനത് എടുത്തത്. നിങ്ങൾക്ക് സാധാരണ കോൺഫ്ലെക്സ് തന്നെ എടുക്കാം. ഇപ്പോൾ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതാ അപ്പോൾ നമ്മുടെ കോൺഫ്ലെക്സ് മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ വളരെ ടേസ്റ്റുമാണ്. ഞാനിവിടെ സ്ട്രോബെറിയുടെ ഫ്ലേവർ എടുത്തത് കൊണ്ടാണ് കോൺഫ്ലെക്സിന് ചെറിയ കളർ വ്യത്യാസമുള്ളത്. നിങ്ങൾക്ക് സാധാരണ കോൺഫ്ലെക്സ് എടുക്കാവുന്നതാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, സപ്പോർട്ട് ചെയ്യണം. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ശരിയായില്ലേ? ഹായ് ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോ. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് അഭിപ്രായം അറിയിക്കണം. അതുപോലെ തന്നെ കമൻറ്റ് അറിയിക്കണം.